let nothing be done through selfish ambition or conceit, but in lowliness of mind let each esteem others better than himself. വായിച്ചേ മലയാളത്തിൽ. ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവർ തന്നേക്കാൾ അതാണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ. ദൈവവേല ചെയ്യുമ്പോൾ ക്വാളിഫിക്കേഷൻ എന്താണ്? അടുത്തിരിക്കുന്ന ആള് നമ്മളെക്കാൾ യോഗ്യനാണ്, അടുത്ത പാസ്റ്റർ നമ്മളെക്കാൾ യോഗ്യനാണ്, താഴത്തെ പാസ്റ്റർ നമ്മളെക്കാൾ യോഗ്യൻ, അപ്പോൾ അടുത്തിരിക്കുന്ന വിശ്വാസി നമ്മളെക്കാൾ യോഗ്യൻ. എത്ര ശ്രദ്ധിക്കുന്നുണ്ട്? ഇതാണ് ഇവിടെ ക്വാളിറ്റി. ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് God is looking about in our body. പഴയ നിയമത്തിൽ ദൈവം ശരീരം നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ മനസ്സും ഹൃദയമാണ് നോക്കുന്നത്. വല്ലതും പിടികിട്ടിയ? സോ അപ്പൊ അവിടെ പറയുന്നുണ്ട്, ലെറ്റ് നത്തിങ് ബി ഡൺ ത്രൂ സെൽഫിഷ് അംബിഷൻ. സ്വാർത്ഥതയോടുകൂടി ഒന്നും ചെയ്യരുത്. പറഞ്ഞ മനസ്സിലേ? ആൻഡ് കൺസീറ്റ്, അതായത് ദുരുദ്ദേശത്തോടുകൂടി കാപട്യത്തോടുകൂടി ഒന്നും ചെയ്യരുത്. ഇവിടെ ദൈവവേല ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ബട്ട് ഇൻ ലോലിനെസ് ഓഫ് മൈൻഡ് ലെറ്റ് ഈച്ച് എസ്റ്റീം, ബട്ട് ഇൻ ലോലിനെസ് ഓഫ് മൈൻഡ് ലെറ്റ് ഈച്ച് എസ്റ്റീം അതേഴ്സ് ബെറ്റർ ദാൻ ഹിംസെൽഫ്. താഴ്മയുള്ള മനസ്സുണ്ടായിരിക്കണം. എത്ര പേർക്ക് ആ താഴ്മയുണ്ട്? അതാണ് ഇവിടുത്തെ ക്വാളിറ്റി. വല്ല പിടികിട്ടിയ? ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് God is looking whether they are blind or whether they are lame. മുടന്തനോ കുരുടനാണോ എന്നാണ് പഴയ നിയമത്തിൽ നോക്കുന്നത്. പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? താഴ്മയുള്ള ഹൃദയം ഉണ്ടോ? വല്ല പിടികിട്ടിയ? ഇത് വേറൊരു ചർച്ച്. ഇഫ് യു ഗോ ടു അനദർ ചർച്ച് they won't have much time to check all these things. വേറൊരു ചർച്ചിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ you can go and attend a worship and then go home. Here it is a clinic. Check like we test through the thermometer whether a person is sick, likewise we are checking your quality. നിങ്ങളുടെ ക്വാളിറ്റി ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ല പിടി കിട്ടിയ? ഈ പാസ്റ്റർ എന്തായി ബുക്കും കൊണ്ട് നടക്കുന്നത്? ആരോ പറഞ്ഞു, why this pastor is taking the attendance book and checking when the people are, എപ്പോഴാ വരുന്നത്? ഇതൊക്കെ എന്തിനാ ഈ പാസ്റ്റർ അന്വേഷിക്കുന്നത്? പാസ്റ്റർ is checking the quality. വല്ലതും പിടി കിട്ടിയ? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? let each of you look out not only for his own interest but also for the interest of others. മലയാളത്തിൽ വായിച്ചേ. ഉറച്ചു വായിച്ചോളൂ. അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്ന ആള് നമ്മളെക്കാൾ മിടുക്കനാണ്, നമ്മൾ അയാളെക്കാളും താന്നിരിക്കുകയാണ്. ഇങ്ങനെ വേണം കാണാൻ. ഇതാണ് ഇതിന്റെ ക്വാളിറ്റി ഇവിടെ. എത്ര പേർക്ക് മനസ്സിലായി? God is not looking how good you are singing. നിങ്ങൾ എത്ര മനോഹരമായി പാടുന്നു എന്നല്ല ദൈവം നോക്കുന്നത്. God is not looking how good you are preaching. നിങ്ങൾ എത്ര ഗാംഭീര്യത്തോടുകൂടി പ്രസംഗിക്കുന്നു എന്നല്ല ദൈവം നോക്കുന്നത്. When you preach, when you sing, God is looking at your heart. Likewise, a natural man will look at the keyboard, he will listen to the music, everything. ഒരു പ്രാകൃത മനുഷ്യൻ നോക്കുന്ന എന്താണ്? ചർച്ചിൽ വരുമ്പോൾ കീബോർഡ് ഉണ്ടോ, കൊയർ ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? One brother came here and said, there is no choir here.
ഇവിടെ കൊയറില്ല, പിന്നെ എങ്ങനെ വരും? But God is looking not at the choir. ദൈവം കൊയറല്ല നോക്കുന്നത്. God is looking into the heart. Who is singing, who is preaching. എത്ര പേർക്ക് മനസ്സിലായി? വല്ല പിടികിട്ടിയോന്ന് അറിയത്തില്ല. അപ്പൊ അതിവിടെ ചെക്ക് ചെയ്ത് തിരുത്തുന്ന സ്ഥലമാണ്. When you take your car or any other vehicle to the service station, if any defect is found, they will replace the old thing and place new things. പഴയ കാര്യങ്ങൾ സ്പെയർ പാർട്സ് ഒക്കെ മാറ്റി പുതിയ പാർട്സ് വെച്ചു കൊടുക്കും അല്ലേ സർവീസ് സെന്ററിൽ. Likewise, we are replacing some things and placing other new things. ചില കാര്യങ്ങൾ മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ. Will any child like a doctor or a nurse who inject? കുത്തിവെക്കുന്ന ഒരു നേഴ്സിനെയോ ഡോക്ടറിനെയോ ഏതെങ്കിലും കുട്ടിക്ക് ഇഷ്ടമാണ്? അല്ല പിടികിട്ടിയ? കുത്തിവെക്കുന്ന നേഴ്സിനെയോ ഡോക്ടറിനെ ഏതെങ്കിലും കുട്ടിക്ക് ഇഷ്ടമാണോ? But the parents like, മാതാപിതാക്കൾക്ക് ഇഷ്ടമാണ്. കാര്യം എന്ത്? കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കുത്തിവെക്കുന്നത്. Somebody will come and say, the pastor is sharing good message. പാസ്റ്റർ നല്ല മെസ്സേജ് ആണ്. കാര്യം എന്താണ്? അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവും കൂടെ വരുമ്പോഴേ ഹൃദയത്തിൽ ഒരു കുത്തു വരത്തുള്ളൂ. When the Holy Spirit comes, the Holy Spirit will teach about your sin. It will remind you of the things that you are doing sin or anything else. നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ്? ബോധം തന്നുകൊണ്ടേയിരിക്കും. So when the word is shared with the Holy Spirit will give you a cut in the heart. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കുത്തു തരും. A spiritual person will say it is a good message. ഒരു ആത്മീയന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഒരു കുത്തു തരുമ്പോൾ എന്ത് പറയും? നല്ല മെസ്സേജ് എന്ന് പറയും. But a natural man, അതായത് പ്രാകൃത മനുഷ്യൻ, ഇൻ ഇംഗ്ലീഷ് ബൈബിൾ ഇറ്റ് ഈസ് സേയിങ് നാച്ചുറൽ മാൻ, മലയാളത്തിൽ പ്രാകൃത മനുഷ്യൻ എന്നാണ് പറയുന്നത്, സാധാരണ മനുഷ്യൻ. When the Holy Spirit gives a cut in the heart, the natural man cannot discern it. എത്ര പേർക്ക് മനസ്സിലായി? അവൻ പറയും അത് പന്ന മെസ്സേജ് എന്ന് പറയും, പാസ്റ്റർ എനിക്കിട്ട് പറഞ്ഞതാണെന്ന് പറയും. ഹൃദയത്തിൽ കൊള്ളാതിരുന്ന് കഴിഞ്ഞാൽ പറയും നല്ല മെസ്സേജ് എന്ന് പറയും. എത്ര പേർക്ക് മനസ്സിലായി? അതിന് വേറെ വചനമുണ്ട്, ഞാൻ വേണം എടുത്തു തരാം. 1 Corinthians 2 താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. എത്ര പേർക്ക് മനസ്സിലായി? 1 Corinthians 2 താഴോട്ട് അല്ല, അതല്ല, ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ സമയം പോകും. അതാണ് that is not our message. I have mentioned about these things before. എന്നാലും ഒന്നും കൂടെ ഒന്ന് പോയിക്കളയാം. എന്താണ് 1 Corinthians 2 1 Corinthians chapter 2 വേഴ്സ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ 14 വായിച്ചോളൂ. 1 Corinthians 2:14. പ്രാകൃത മനുഷ്യൻ അവൻ ഈ വചനം ഇഷ്ടമില്ല, അതവന് ബോഷത്വം, പാസ്റ്റർ കൊള്ളത്തില്ലെന്ന് പറയും. Because it is the natural man does not receive the things from the Spirit of God. വായിച്ചോളൂ. അത് അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര മനസ്സിലായി? വല്ലതും പിടികിട്ടിയ? നിങ്ങൾ പ്രാകൃത മനുഷ്യനാണോ സ്പിരിച്വൽ പേഴ്സൺ ആണോ എന്ന് ദൈവത്തിന് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോഴാണ് ഇതിലോട്ട് വന്നത്. വല്ലതും പിടികിട്ടിയ? എന്തിനാ നിങ്ങൾക്ക് ശോധന തരുന്നത്? നിങ്ങൾ ആത്മീയനാണോ നിങ്ങൾ പ്രാകൃത മനുഷ്യനാണോ എന്ന് നിങ്ങളുടെ പാട്ടിന്റെ ട്യൂൺ കണ്ടിട്ടല്ല ദൈവത്തിന് ടെസ്റ്റ് ചെയ്യുന്നത്. ഈവൻ എ പേഴ്സൺ who knows to sing well in the ഇവിടെ ഗാനമേളയ്ക്കൊക്കെ മനോഹരമായി പാടുന്ന ഒരാള് മനോഹരമായ ഒരു ക്രിസ്ത്യൻ പാട്ട് പാടും. അതുകൊണ്ട് അയാൾ ആത്മീയനാകണമെന്നില്ല.
Even the politicians will preach the word very powerfully. രാഷ്ട്രീയക്കാരും